ഈ വൃത്തികെട്ട സിനിമകളൊന്നും ഞാൻ കാണാറില്ല. അത് എനിക്ക് പൃഥ്വിരാജിന്റെ അഭിനയം ഇഷ്ടമുള്ള ആളല്ല. മോഹൻലാൽ എന്ന് പറഞ്ഞൊരു പേടിത്തൊണ്ടാണ്. എനിക്ക് മോഹൻലാലിന് ഒട്ടും ഇഷ്ടമില്ല. അവരുടെ ഭാഗത്തു നിന്നുള്ളത് നമുക്ക് ചിന്തിച്ച് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഒരു അവരുടെ സ്വാതന്ത്ര്യമാണോ അത് കട്ട് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ലാലേട്ടന് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും മോഹൻലാൽ എന്ന് പറഞ്ഞൊരു പേടിത്തൊണ്ടാണ്. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് മോഹൻലാലിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. അയാളൊക്കെ എന്തിനാണ്, എനിക്ക് അയാളെ ഒട്ടും റെസ്പെക്ട് ഇല്ലാത്ത ഒരാളാണ്. അതായത് ഒരു മനുഷ്യനായിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, കുറച്ച് ധൈര്യം വേണം. ധൈര്യമില്ല. വെള്ളിയാഴ്ച ദിവസമായിട്ട് നീ എന്നെ വെല്ലുവിളിക്കുന്നോടി. തച്ചോളി ഉദയനന്റെ കുടുംബമാടി ഞാൻ. വേണ്ടി വന്ന ഞാൻ വാള് വെച്ച് കളയും, കോരി കളഞ്ഞ് നിന്റെ ഊപ്പാട് വരും. കാണോടി. കുറച്ച് പൈസ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനങ്ങളെ അയാൾക്ക് എത്ര ഫാൻസ് ഉണ്ട്, അത്ര ഫാൻസിനെ മൊത്തം ഈ കേരളത്തിലെ എല്ലാ ഫാൻസിനെയും അയാൾ വെറുതെ ഒറ്റ കൊടുക്കുന്ന പരിപാടിയാണ് അയാൾ ചെയ്യുന്നത്. ഏതായാലും നിന്നിട്ട് കാര്യമില്ല, മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരും. മോഹൻലാൽ ഇതിനു മുമ്പ് ഭയങ്കര സംഘപരിവാറിന് സമീപമായിട്ടുള്ള ഒരുപാട് നിലപാടെടുത്തിട്ടുള്ള ആളാണ്. കൊറോണ വന്നപ്പം കൊറോണ മാറാൻ വേണ്ടി പ്ലേറ്റ് കൊട്ടാനും നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ്. അങ്ങനെ ആയിരിക്കില്ല. അതെ, പുള്ളി ഇത്രയും വലിയൊരു ക്യാരക്ടർ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് അങ്ങനെ ഒരു ധൈര്യം കാണിച്ചിട്ട് അതൊരു പ്രശ്നമായിട്ട് വന്ന സമയത്ത് പുള്ളിക്ക് ഇത് അറിയില്ലായിരിക്കും. പുള്ളി മണ്ടനല്ലേ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എനിക്ക് പുള്ളി മണ്ടനായിട്ടാണ് തോന്നുന്നത്. പുള്ളി ഈ മറ്റേ ഹേമ കമ്മീഷനൊക്കെ വന്നപ്പം വന്നിട്ട് എന്താ പറഞ്ഞത്, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. അത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം. തൊഴിലിടത്ത് നടക്കുന്ന അത്രയും അനീതിക്കെതിരെ കുറെ ആൾക്കാർ വന്ന് സമരം ചെയ്ത് അതൊരു വലിയ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ അതിന്റെ പറയാണ് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ, അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. പുള്ളിക്ക് ബേസിക് ആയിട്ട് വിവരമില്ല. പുള്ളിക്ക് എന്തൊക്കെ കുറച്ച് അഭിനയിക്കാൻ അറിയാം, അത് വെച്ച് പൈസ ഉണ്ടാക്കാൻ അറിയാം, അത് മാത്രമേ ഉള്ളൂ. അല്ല പുള്ളിക്ക് വിവരമില്ല. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിലും എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. പുള്ളി ബേസിക് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു കോമൺ സെൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോ ഒരു കലാസൃഷ്ടി ചെയ്തു, അപ്പൊ ആ കലാസൃഷ്ടി ചെയ്തതിന്റെ പേരിൽ ഞാൻ ഒരു അപ്പോളജി പറയേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നു. അതായത് ഇവിടെ നടന്ന ഒരു കാര്യം ചെയ്ത അവരാണ് അപ്പോളജി പറയണ്ടേ. ആൾക്കാരെ കൊന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്, അതിന് ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാരെ കൊന്ന ആൾക്കാരാണ് അപ്പോളജി പറയേണ്ടത്. അല്ലാതെ ആ ആൾക്കാരെ കൊല്ലുന്നത് കുറെ ദുഷ്ടത എടുത്ത് കാണിക്കുന്നവരല്ല അപ്പോളജി പറയേണ്ടത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ദുഷ്ടത എടുത്ത് കാണിക്കുന്നവരല്ല അപ്പോളജി പറയേണ്ടത്. അപ്പൊ അത് ചെയ്തവർ ഇത് അപ്പോളജി പറയുന്നത് പറയുന്നത് അത്രയും ഫാസിസം, അത്രയും എന്താ പറയാ വലിയൊരു മോശ അവസ്ഥയിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുന്നതിന്റെ ഒരു ഇതാണ്. ഒന്നും കൂടി വരൂ. എന്താടോ മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. നടക്കുവോ കേശവാ?